എക്സാലോജിക് CMR ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളി. പരാതിക്കാരനായ മാത്യു കുഴൽനാടന് അന്വേഷണത്തിന് ഉത്തരവിടാൻ മാത്രമുള്ള വസ്തുതകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വെറും സംശയങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് പൊതുപ്രവർത്തകർക്ക് അഭിമാനക്ഷതമുണ്ടാക്കുമെന്നും അങ്ങനെ കുറ്റവിചാരണ ചെയ്യപ്പെടുന്നത് അവരുടെ ഇമേജിനെയും ജനസമിതിയെയും ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം പൊളിഞ്ഞുവെന്നാണ് ഭരണകക്ഷി നേതാക്കളുടെ പ്രതികരണം. പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടനും പറഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ പ്രിന്റു മഹാദേവ് BJP എന്നിവർ. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, പരാതിക്കാരന് സംശയങ്ങൾ മാത്രമേ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, വസ്തുതകളൊന്നും, അതായത് കേസെടുത്ത് അന്വേഷിക്കാൻ മാത്രമുള്ള വസ്തുതകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ ഈ വിഷയത്തിൽ പുകമറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? അങ്ങനെയല്ല അഭിലാഷ, നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്കിപ്പോൾ ഈ സമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാതിക്കാരൻ്റെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ, കണ്ടെത്തലുകൾ, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും പരാതി ഡ്രാഫ്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ പിന്നീട് അന്വേഷണത്തിലൂടെയാണ് അതിനെ ഫർണിഷ് ചെയ്യുന്ന രേഖകൾ കണ്ടെത്തുകയും അഴിമതി കേസുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന ആ ഒരു സംശയം, അതായത് സംശയങ്ങൾക്കപ്പുറത്ത് പൂർണ്ണമായിട്ടുള്ള എവിഡൻസുകൾ ഇല്ല എന്നുള്ളതിനെ ആ ന്യായത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹൈക്കോടതി വിധിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, സംശയമുണ്ട്. ആ സംശയം കാതലായ സംശയങ്ങൾ തന്നെയാണ്. പൂർണ്ണ വിവരങ്ങളില്ലെങ്കിലും സംശയം കാതലായിട്ടുള്ളതാണ്, സംശയങ്ങളുണ്ട്, നിലനിൽക്കുന്നതാണ്. രണ്ട്, കീഴ്ക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വാചകം തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തെ ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഒരു പൊതു താല്പര്യമാണ് എന്നുള്ള കാര്യം അവിടെ വെളിവാക്കപ്പെടുന്നു. മൂന്നാമത്തത്, മേൽക്കോടതിയിലേക്ക് പോകാം, അപ്പീൽ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ SFI ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ വരുന്നു. ഇവിടെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ളതിനപ്പുറം നമ്മുടെ മുമ്പിലുള്ള ചില ചോദ്യങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? എന്തിനാണ് അവർ 1,72,00,000 രൂപ വാങ്ങിയത്? ആ സേവനം പറയാനായിട്ട് ഈ പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന അത്രയും സാഹചര്യം ഉണ്ടായിട്ട് പോലും വീണ വിജയൻ ആ കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണെന്ന് പുറത്തു പറയാൻ ധാരണയില്ല. ഇത് രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതിരോധ രഹസ്യമൊന്നുമല്ലല്ലോ. രണ്ടാമത്, ഈ ഇത്ര വലിയ സേവനം 1,72,00,000 രൂപയുടെ സേവനം കൊടുത്ത കമ്പനി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഡോർമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചു ഈ വലിയ സേവനം? അതായത് വീണ തൈക്കണ്ടിയിൽ എന്ത് സേവനമാണ് ഈ CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തത്? ഇവർ നൽകിയ തുകയ്ക്ക് മതിയായ സേവനം കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ കമ്പനി പിന്നീട് വൈൻഡപ്പ് ചെയ്തത്? തുടങ്ങിയ കാര്യങ്ങൾ കമ്പനി കാര്യ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ടല്ലോ. അതിന് SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പൊതുപ്രവർത്തകർ, പബ്ലിക് സർവൻസ് അഴിമതി കാണിച്ചിട്ടുണ്ടോ? ഈ സേവനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്വിഡ് പ്രോക്കോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും പൊതുസേവകരുടെ ഭാഗത്തു നിന്നോ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ വിജിലൻസ് അന്വേഷണത്തിന് ആസ്പദമാക്കേണ്ട വസ്തുത. അതായത് PC ആക്ട് അനുസരിച്ച്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കാവുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ഇക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പരിശോധന. മറ്റേ പരിശോധന SFI നടത്തുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ, അതായത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പൊതുസേവകരോ ആരെങ്കിലും ഈ കമ്പനിക്ക് വഴിവിട്ടതോ അല്ലാത്തതോ ആയ സഹായം നൽകിയിട്ടില്ല എന്നുള്ളത് കോടതിക്കും ബോധ്യമാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ വഴിവിട്ട സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് കോടതിയുടെ പരാമർശത്തിലില്ല. സംശയങ്ങളുണ്ട്, അതിനെ സാധൂകരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള എവിഡൻസുകൾ ഇല്ല എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം അഭിലാഷ സൂചിപ്പിക്കട്ടെ. വീണ തൈക്കണ്ടിയിൽ ആരാണ്? മുഖ്യമന്ത്രിയുടെ മകളാണ്, അല്ലേ? വീണ തൈക്കണ്ടിയിൽ മാസപ്പടി 1,72,00,000 രൂപ മാസപ്പടി കിട്ടിയത് എന്ത് സേവനത്തിനാണെന്ന് ഇതേവരെ പുറത്തു പറയാൻ ധൈര്യം കാണിക്കാത്ത വീണ തൈക്കണ്ടിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. മലിനീകരണ നിയന്ത്രണ വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ മകളാണ്. വിജിലൻസ് ആൻഡ് അഴിമതി അത് അന്വേഷിക്കുന്ന നിയന്ത്രണ വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മകളാണ്. നയ തീരുമാനങ്ങൾ, ഈ സർക്കാരിന്റെ പ്രധാനമായിട്ടുള്ള നയ തീരുമാനങ്ങൾ എടുക്കുന്ന വകുപ്പിന്റെ മന്ത്രിയുടെ മകളാണ് മാസപ്പടി വാങ്ങിയിട്ടുള്ള വീണ തൈക്കണ്ടിയിൽ. പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ജീവിത പങ്കാളിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ മാസപ്പടി കിട്ടിയിട്ട് അത് എന്തിനു പേരിൽ കിട്ടി എന്ന് പൂർണ്ണമായിട്ട് ആ കമ്പനിക്ക് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് സ്വാഭാവികമായിട്ടും ഈ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ലേ എന്ന് സംശയിക്കുന്ന
സാമാന്യ ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും ചോദിക്കാവുന്ന ചോദ്യമല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്ത് സേവനത്തിനാണ് പണം കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ സേവനം കിട്ടിയിട്ടില്ലെന്ന് CMRL കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പറയുന്നു. അത് പ്രകാരമാണ് ഈ കേസുകളെല്ലാം വെളിവാക്കപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ കേരള മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിവിലേജുകളും പ്രോമിനൻസുകളും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയോടൊപ്പം ഒന്നിച്ച് താമസിക്കുന്ന വീണ തൈക്കണ്ടിയിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അഴിമതിക്കും സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിഷ്കളങ്കരല്ല ഈ സംസ്ഥാനത്തെ സാധാരണക്കാരും കോൺഗ്രസുകാരും എന്ന് എനിക്ക് പറയാനുള്ളത്. അവസാന ചോദ്യം വീണ്ടും നിലനിൽക്കുകയാണ്. എന്തായിരുന്നു ആ സേവനം, എന്തിനായിരുന്നു ആ സേവനം കൊടുത്തത് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമാണ്. ശരി, ഇവിടെ ശ്രീ അരുൺകുമാർ, വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് ഈ വിഷയം അവസാനിച്ചോ? ഇവിടെ ജിൻഡോ പറഞ്ഞത് ഇതിലെ മൗലികമായ ഒരു വസ്തുതയാണ്. കേരള മുഖ്യമന്ത്രിയുടെ മകളും സംരംഭകയുമായ വീണ തൈക്കണ്ടിയിലിന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 ഡിസംബറിലും പിന്നീട് മാർച്ചിലുമായി 2 കരാറുകൾ ഉണ്ടാകുന്നു. ഇതനുസരിച്ച് 8 ലക്ഷം രൂപ വീതം പ്രതിമാസം 2019 വരെ കൊടുത്തു. അങ്ങനെ ഈ കമ്പനി CMRL എന്ന് പറയുന്ന കമ്പനി 1,72,00,000 രൂപ വീണ തൈക്കണ്ടിയിലിന് കൊടുത്തിട്ടുണ്ട്. വീണ തൈക്കണ്ടിയിലും എക്സാലോജിക് എന്ന കമ്പനിക്കുമായിട്ട്. അപ്പോൾ എന്ത് സേവനമാണ് നൽകിയത്? ആ സേവനം നൽകാൻ വീണ കോമ്പിറ്റന്റ് ആയിരുന്നു? മാസം 5 ലക്ഷം രൂപ ഫീസ് വാങ്ങി കൺസൾട്ടൻസി നടത്താൻ മാത്രമുള്ള കോമ്പിറ്റൻസി ഇക്കാര്യത്തിൽ വീണയ്ക്കുണ്ടായിരുന്നോ? വീണയുടെ കമ്പനിക്കുണ്ടായിരുന്നോ? വീണയുടെ കമ്പനിയുടെ സർവീസ് ഏതൊക്കെയാണ് എക്സാലോജിക്ക് പ്രയോജനപ്പെടുത്തിയിരുന്നത് തുടങ്ങിയ കുറേ അധികം കാര്യങ്ങളുണ്ട്. SFIO പരിശോധിക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്ന സംശയം വളരെ കൃത്യമായി ഉണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു കോസി ജുഡീഷ്യൽ ബോഡി ആയിട്ടുള്ള ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇത് സേവനത്തിനുള്ള പ്രതിഫലമല്ല, ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള കണക്ഷനാണ് ഈ പേയ്മെന്റിന്റെ പുറകിലെന്ന് ഖണ്ഡിതമായി വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ഇല്ല എന്നുള്ളതുകൊണ്ട് ഈ വിഷയമൊക്കെ തീർന്നു എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയാൻ സന്നദ്ധമാണോ താങ്കൾ? അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തിയ ഒരു ഇടതുപക്ഷ CPM വിരുദ്ധ വേട്ടയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് കിടക്കാം. ഇന്ന് എല്ലാ ചാനലുകളും, പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെ, മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം എന്നാണ് പ്രധാനപ്പെട്ട കാർഡ് ഇറക്കിയത്, ഹെഡിങ് കൊടുത്തത്. മുഖ്യമന്ത്രിക്കും മകൾക്കും ഏതെങ്കിലും ആശ്വാസക്കുറവുണ്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഇവരാരെങ്കിലും എന്തെങ്കിലും ആശ്വാസം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയെ സമീപിച്ചോ? എന്നാൽ ഈ കേസ് കൊടുത്ത പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട MLAയുമായ അവർക്ക് തിരിച്ചടി, അവർ കൊടുത്ത കേസ് നിരുപാധികം തള്ളുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചടി, അല്ലെങ്കിൽ മാത്യു കുഴൽനാട് തിരിച്ചടി എന്ന കാർഡല്ല നിങ്ങൾ ഇറക്കിയത്. മുഖ്യമന്ത്രിക്കും വീണയ്ക്കും അവരുടെ പടമൊക്കെ വെച്ച്, ആകർഷകമായ പടം വെച്ച് ആശ്വാസം. അതിവിടെ ഇരിക്കട്ടെ. വിജിലൻസ് കോടതികളെല്ലാം തള്ളി. തിരുവനന്തപുരം തള്ളി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി, കോട്ടയം കോടതി അതിൻ്റെ റിജക്റ്റ് ചെയ്തു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിശദമായി വാദം കേട്ടു. സിംഗിൾ ബെഞ്ചിലേക്ക് കേസ് നിൽക്കൂ. ഹൈക്കോടതി വിശദമായി വാദം കേട്ടു. അതിനുശേഷം എല്ലാ പരിശോധനയും നടത്തി, അമിക്കസ് ക്യൂറിയെ വെച്ച് പരിശോധിച്ച് അവസാനം നിഷ്കരുണം തള്ളി. എന്നിട്ട് പറഞ്ഞു ഇത് വെറും ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, പക്ഷെ വസ്തുതകളാണ് വേണ്ടത്. ഒരു അന്വേഷണം നടത്താൻ കുറച്ചെങ്കിലും വസ്തുത മതി. പിന്നെ അന്വേഷണം നടത്തുമ്പോഴാണ് മറ്റു വസ്തുതകൾ കണ്ടെത്തുന്നത്, തെളിവുകൾ കണ്ടെത്തുന്നത്. ഒരു അന്വേഷണം നടത്താൻ പോലുമുള്ള തെളിവിന്റെ കണിക പോലുമില്ല, വസ്തുതകളുടെ കണിക പോലുമില്ല, ഫാക്സിന്റെ ഒരു അടിത്തറ പോലുമില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് വിജിലൻസ് കോടതികൾ തള്ളിയത്. ആ ഉത്തരവിനെ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് സുപ്രീം കോടതിയാണ്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഈ അവസാനം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഫാക്സ് മാത്യു കുഴൽനാടനോ കോൺഗ്രസിനോ കിട്ടുകയാണെങ്കിൽ ഇനിയും വിജിലൻസ് കോടതിയെ സമീപിക്കാമെന്നാ പറഞ്ഞേ. അപ്പൊ സുപ്രീം കോടതിയിലേക്കുള്ള വാതിലും അടയ്ക്കപ്പെട്ടു. സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ സുപ്രീം കോടതി എന്നാ പറഞ്ഞേ? നിങ്ങൾ ഇതുവരെ ഹാജരാക്കിയ ഒരു ഫാക്സും ഇല്ല, കൺകറന്റ് ഫൈൻഡിങ് വന്നിരിക്കുന്നു വിജിലൻസ് കോടതികളുടെ, ഹൈക്കോടതിയുടെ. അതിലൊന്നും ഫാക്സിന്റെ ഒരു കണിക പോലും ഇല്ല, ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ആരോപണം ആർക്കും ഉന്നയിക്കാം, ആർക്കെതിരെ ഉന്നയിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ഫാക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയുടെ വാതിലും അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് പ്രതിപക്ഷത്തിന് തിരിച്ചടി എന്നൊരു വാക്ക് കൊടുക്കാതെ നിങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചടിയോ എന്നുള്ളതാണ്. പിന്നെ ഈ ആശ്വാസം, ഇപ്പൊ ഇംഗ്ലീഷിൽ റിലീഫ് എന്ന് പ്രയോഗിക്കും. ഇപ്പോ റഫാൽ കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോ നരേന്ദ്രമോദിക്ക് റിലീഫ് അല്ലെങ്കിൽ ആശ്വാസം എന്നല്ലേ വാർത്ത വന്നത്? അത് സ്വാഭാവികമാണ്, അതൊരു പത്രഭാഷയാണ്. അതല്ലാതെ ഇപ്പോൾ ഒരു ആശ്വാസം എന്നുള്ള വാക്ക് നിങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള എന്തോ ഗൂഢാലോചനയാണെന്ന് വിചാരിക്കേണ്ട. അതൊരു സാധാരണ പത്രഭാഷയാണ്, അതിന് വലിയ സംഭവമൊന്നുമല്ല. ആ പത്രഭാഷ മര്യാദകേടിന്റെ കൂടി ഭാഷയാണ്. കാരണം പ്രതിപക്ഷം കൊടുത്ത ഹർജി, കുഴൽനാടൻ കൊടുത്ത ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം കിട്ടാൻ എന്തായാലും അവർ കൊടുക്കൂലല്ലോ. മുഖ്യമന്ത്രിക്ക് ആശ്വാസം ജീവിതകാലം മുഴുവൻ കിട്ടാതിരിക്കാനും മകൾക്കും കുടുംബത്തിനും കിട്ടാതിരിക്കാനാണ് കൊടുത്തത്. അത് വരുമ്പോൾ ആ ഒരു പ്രയോഗത്തെയാണ് ഞാൻ വിമർശിച്ചത്. പിന്നെ ആദായ നികുതി വകുപ്പ്, FSIO, ED, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, 4
കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ, 3 സംസ്ഥാനം കേരളം, കർണാടകം, ഡൽഹി, കേസുകളുടെ വലിയ നൂലാമാലകൾ ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഏത് കേസിലാണ് ഒരു തെളിവിന്റെ കണിക? ഏത് കേസിലാണ് മുഖ്യമന്ത്രിക്ക് മകൾക്കോ എതിരെ, കുടുംബത്തിനെതിരെ ഒരു പരാമർശം? ഏതെങ്കിലും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാമർശം? അന്വേഷണം നടക്കുന്നു, ചോദ്യം ചെയ്യൽ, ഇടയ്ക്ക് ഇലക്ഷൻ വരുന്നോ ഒരു ചോദ്യം, ഉപതെരഞ്ഞെടുപ്പ് വന്നോ ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യൽ, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. എല്ലാം പൊളിഞ്ഞ് പാളീസായിട്ടും ഇനി എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നാ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആശ്വസിച്ചോട്ടെ, വീണ്ടും വീണ്ടും ആശ്വസിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല. അല്ല, ഏതെങ്കിലും ഇല്ലീഗൽ കോടതിയുടെ പരാമർശമാവട്ടെ, മറ്റ് ഏജൻസികളുടെ അന്വേഷണമാവട്ടെ, അതോടെ നിൽക്കട്ടെ. ഇവിടെ ഉന്നയിക്കപ്പെട്ട മൗലികമായ ഒരു വസ്തുത ഉണ്ടല്ലോ. ഒന്ന്, വീണ തൈക്കണ്ടിയിൽ എന്ന സംരംഭകയ്ക്ക് 1,72,00,000 രൂപ കിട്ടിയിട്ടുണ്ട്, CMRL കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വസ്തുതയാണ്. അക്കൗണ്ട് വഴി വന്ന പേയ്മെന്റ് ആണ്, അതിന് നികുതിയും ഒടുക്കിയിട്ടുണ്ട്. ഈ പേയ്മെന്റ് CMRL എന്ന കമ്പനി സേവനത്തിന് വേണ്ടി കൊടുത്തതാണ് എന്നാണല്ലോ രേഖ, അതല്ലെങ്കിൽ അവരുടെ ക്ലെയിം. അത് ഏത് സേവനം? അങ്ങനെ പ്രതിമാസം 5 ലക്ഷം രൂപ വാങ്ങി കൺസൾട്ടൻസി സേവനം കൊടുക്കാൻ മാത്രമുള്ള കോമ്പിറ്റൻസ് ഒരു ഒറ്റ ഓണർ കമ്പനിയായ ഈ എക്സാലോജിക്കിന്റെ ഉടമയായ വീണയ്ക്ക്, അവരുടെ എക്സ്പെർട്ടൈസും അവരുടെ എന്താ പറയുക, അവരുടെ പഴയകാല വർക്കുകളും ഒക്കെ വെച്ച് നമുക്കങ്ങനെ സാമാന്യമായി ഇവർ ഇതിന് കോമ്പിറ്റന്റ് ആണ് എന്നുള്ള ഒരു, നിങ്ങൾക്കത് ബോധിപ്പിക്കാൻ കഴിയുമോ സമൂഹത്തെ? അല്ല അഭിലാഷേ, ഈ അവിയൽ പരുവത്തിൽ ചോദിക്കരുത്. ഒന്നെങ്കിൽ FSIOന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമ്പനീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ പ്രകാരം ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച ഏതെങ്കിലും, ഞാൻ പറയാം, ഇതിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു മിനിറ്റ് തന്നാ മതി. അല്ല കാതൽ അതല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ച ഇന്ന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ പ്രകാരം, അതായത് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി തള്ളിയ കേസാണ്. അതൊക്കെ അങ്ങ് മാറ്റിവെച്ചോ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇന്നതാണെന്ന് ചോദിക്കല്ലേ. ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച 50 പേജുള്ള വിധിന്യായം ചർച്ച ചെയ്യാനല്ലേ നമ്മൾ ഇരിക്കണേ. ആ വിധിന്യായത്തിൽ എന്താ പറഞ്ഞേ? ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRLന് ബെനിഫിറ്റ് കിട്ടാൻ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയെ സ്വാധീനിക്കുകയോ മുഖ്യമന്ത്രിയോ മകളോ ഇടപെടുകയോ ഇല്ലീഗൽ ഗെയിനോ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇൽമിനേറ്റ് KMRLും CMRLും ആ ഇൽമിനേറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഇടപെടലോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മോളോ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ? ഈ 2 ചോദ്യമാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ശ്രീ മാത്യു കുഴൽനാടനും കളമശ്ശേരി സ്വദേശിയും കോടതിയെ സമീപിച്ചത്. എന്താ പറഞ്ഞേ? ഒരു തെളിവുമില്ലാതെ കുറെ ആരോപണം. ആ വസ്തുതകൾ വെച്ച് ഹൈക്കോടതി പറഞ്ഞു ഒരു തെളിവ്, മുഖ്യമന്ത്രിക്ക് ഒരു റെപ്രസെന്റേഷൻ കിട്ടുമ്പോൾ അത് ഉചിതമായ തീരുമാനം എടുക്കുക എന്ന സാമാന്യമായി മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്ന കാര്യം മാത്രം ചെയ്തു. ഒരു ഘട്ടത്തിൽ പോലും ഖനനാനുമതി LDF ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. 2001 മുതൽ കൊടുത്ത UDF ആണ്. എല്ലാ തരത്തിലും ഇതിനെ ഒത്താശ ചെയ്ത് UDF ആണെന്ന് കൃത്യമായി ഡേറ്റ സഹിതം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ഒരു തരത്തിലും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ഒരു വകുപ്പും വരാതെ, ഒരു തെളിവുമില്ല, ഒരു ഡേറ്റയും ഇല്ലാതെ ആ കേസ് നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത്, താങ്കൾ ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് കമ്പനീസ് കാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്ത് സേവനമാണ്? ആദ്യം പറഞ്ഞു പണം വാങ്ങിച്ചു, ഒരു ബാങ്ക് വഴിയൊന്നും അല്ല, അങ്ങ് പണം കൊടുത്തു. ലാസ്റ്റ് പറഞ്ഞു ബാങ്കിൽ നിന്നാണ്. 2 GST അടച്ചില്ല. 3 കരാറില്ല. ഇതെല്ലാം പൊളിഞ്ഞു പാളീസായില്ലേ? പൊതുസമൂഹത്തിലെല്ലാം ഉണ്ടോ? എന്ത് സേവനമാണോ എന്ത് കരാറാണോ അത് കമ്പനികാര്യ വകുപ്പ് നോക്കിക്കോളും. FSIO ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണം എന്നല്ലേ ആദ്യം പറഞ്ഞേ? ആദ്യം 1 മാസം, പിന്നെ 3 മാസം. അതൊക്കെ 2024 മാർച്ചിൽ എല്ലാ അന്വേഷണവും FSIOന്റെ തീർന്നമായിരുന്നല്ലോ. ഇപ്പൊ 2025 മാർച്ചായല്ലോ. എവിടെയായി അന്വേഷണ റിപ്പോർട്ട്? ഇതിലൊന്നുമില്ല, ഒരു കഴമ്പുമില്ല. അപ്പൊ എല്ലാം പളിഞ്ഞ് പോലീസ് ആകുമ്പോ പിന്നെ UDFനും BJPക്കും CPMനെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിക്കുമ്പോ ഒരാശ്വാസം എന്നല്ല, പ്രതിപക്ഷം പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു, തോറ്റു തുന്നം പാടിയിരിക്കുന്നു. ഇനി സുപ്രീം കോടതി പോലും നിയമപരമായി പോകാൻ പറ്റാത്ത സാഹചര്യം. നിങ്ങൾ ആദ്യം തെളിവ് കൊണ്ട, ഡേറ്റ കൊണ്ട, ഫാക്സ് കൊണ്ട ആരോപണങ്ങൾ നിർത്തും. ശരി, ഓക്കെ. ഇവിടെ ശ്രീ പ്രിന്റു മഹാദേവ്, ഒന്ന് സങ്കീർണമായ വിഷയമാണ്. ഈ കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നേരത്തെ മുതലേ നടത്തുന്നുണ്ട്. എക്സാലോജിക് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ എന്ന് ഖണ്ഡിതമായി തെളിയിക്കേണ്ടത് ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഉത്തരവാദിത്തമാണ്. SFIO അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ അരുൺ പറഞ്ഞതുപോലെ സമയബന്ധിതമായി ആ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ആ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോവുകയാണ് എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിക്കാനുള്ള ബാധ്യതയും അവരെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ? ഈ CMRL എക്സാലോജിക് ഇടപാട് അവസാനം ഉള്ളി തൊലിച്ചതുപോലെ ആയോ? അഭിലാഷ് സാറേ, ഒന്ന് അരുൺകുമാറിൻ്റെ ഈ പ്രസ്താവനകളും അദ്ദേഹം പറയുന്ന വാഗ്ധോരണികളും കേൾക്കുന്ന സമയത്ത് വീണ വിജയനെയും പിണറായി വിജയനൊക്കെ
കോടതി കുറ്റവിമുക്തനാക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് കോടതി ഇന്ന് ഈ കേസിൻ്റെ ഒരു മെറിറ്റിലേക്കോ വസ്തുതകളിലേക്കോ കടന്നിട്ടില്ല. ഇതിനകത്ത് ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കപട രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. അദ്ദേഹം സത്യം ഇൻ്റർം സെറ്റിൽമെൻറ്റിലെ പോലെ ഒരു സെറ്റിൽമെൻറ്റ് അദ്ദേഹം നടക്കുന്ന ഈ മാത്യു കുഴൽനാടൻ അദ്ദേഹം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ആയിക്കോട്ടെ തിരുവനന്തപുരം കോടതിയിലോ ഈ രണ്ട് കോടതിയിലും ഇതുവരെ യാതൊരു രേഖകളും സമർപ്പിക്കാതെ വീണ്ടും കോടതിക്ക് മുമ്പിൽ ഈ രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്യു കുഴൽനാടൻ്റെ ശ്രമം എന്തിനാണെന്ന് നമുക്കറിയാം. കാരണം മാത്യു കുഴൽനാടൻ്റെ സമയത്ത് ഒരു സെറ്റിൽമെൻറ്റ് വേണം. കാരണം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ്റെ വിജിലൻസ് അന്വേഷണമുണ്ട്. ആ അന്വേഷണം ഇതുവരെ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു റിപ്പോർട്ടും ഒരു സർക്കാരും ഒരു മാത്യു കുഴൽനാടന് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതൊരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിലപേശലിലാണ് മാത്യു കുഴൽനാടൻ നടന്നത്. അതിൻ്റെ പേരിൽ ഈ വീണ വിജയനെയും പിണറായി വിജയനൊക്കെ കുറ്റവിമുക്തനാക്കി എന്നുള്ള കേസ് അരുൺ കുമാറിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഇവർക്ക് രണ്ടുപേർക്കും എതിരെ കേസേ ഇല്ല. കേസ് ഉണ്ടെങ്കിലല്ലേ വിചാരണ നടക്കലും കുറ്റവിമുക്തലാക്കലും ഒക്കെ ഉള്ളൂ. അല്ല സാധാരണ രണ്ട് മനുഷ്യരെ കേസിന് ആധാരം അങ്ങനെയല്ലല്ലോ സാർ. കേസിനകത്ത് ഇവർക്ക് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പ്രകാരമാണല്ലോ ഈ മാത്യു കുഴൽനാടൻ അദ്ദേഹം കോടതിയിൽ പോയിട്ടുള്ളത്. ആ ഇന്റർം സെറ്റിൽമെന്റിനകത്ത് വീണ വിജയനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, RC കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, OC കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതോ KK കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തേ ഈ മാത്യു കുഴൽനാടൻ ഇവർക്കെതിരെ പോവാഞ്ഞത്? അതാ ഞങ്ങൾ പറയും ഇതൊരു സെറ്റിൽമെന്റിന് വേണ്ടിയുള്ള മാത്യു കുഴൽനാടൻ്റെ ശ്രമമാണ്. അത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോകേണ്ട ഇന്റർ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോടതി പോയതെന്ന് പറയുന്നു. ഇത്രയും 6ഓളം പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ ഒരു പേരിനെ കുറിച്ച് ആരും പോയിട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹം മാത്യു കുഴൽനാടൻ ഒരു ഒറ്റയാൻ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെത്. ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരാട്ടമായിട്ടൊന്നും കാണുന്നില്ല. ഈ അഴിമതിക്ക് UDF കൂട്ടാണ്, അതിലൊരു സംശയം വേണ്ട. VD സതീശൻ്റെ ഒക്കെ ഇന്നത്തെ വാക്കുകൾ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കൂ. എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞില്ല അരുൺകുമാറെ, ഇതിനകത്ത് SFI ഒരു അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. അങ്ങ് പറഞ്ഞത് വസ്തുതയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. SFI അന്വേഷണം ആരംഭിച്ചത് നമ്മൾ 2024 ജനുവരി 16-ാം തീയതിയാണ്. ഡിസംബർ 24-ാം തീയതി ഡൽഹി ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ അന്വേഷണം പൂർത്തീകരിക്കണം. 2 മാസം നീട്ടിക്കൊടുത്തു. SFIയുടെ അന്വേഷണം പൂർത്തീകരിച്ച് ഇതിനകത്ത് കേരളം നടന്ന ഏറ്റവും വലിയ അഴിമതിയാണെന്നാണ് SFI കണ്ടെത്തിയിട്ടുള്ളത്. 185 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. 1.75 കോടി രൂപ വീണ വിജയൻ മേടിച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർക്കും. അത് EDക്കുമില്ല, IT മന്ത്രാലയത്തിനുമില്ല, കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനുമില്ല. പക്ഷേ കേരളത്തിലെ OCയും ECയും ഈ പറയുന്ന ആളുകളൊക്കെ കൂടി ചേർന്ന് കേരളത്തിൻ്റെ പൊതുഖജനാവിന് കിട്ടേണ്ട 185 കോടി രൂപയാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതിന്റെ റിപ്പോർട്ട് ഡൽഹി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അരുൺകുമാർ പറയും എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടി എടുക്കാത്തതെന്ന്. സാർ, വീണ്ടും CMRL ഡൽഹി കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട അന്തിമ വിധി വന്ന ദിവസം ഒരു സംശയം വേണ്ട, ഈ വീണ വിജയൻ പോകാൻ പോകുന്നത് ജയിലറയിലാക്കാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അരുൺകുമാറിൻ്റെ ആത്മവിശ്വാസമൊക്കെ അരുൺകുമാർ തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് ആശ്വാസമാണ്. ആശ്വാസമൊന്നും കൊള്ളേണ്ട ഒരു സാഹചര്യവുമില്ല. നിങ്ങൾക്ക് ആശ്വാസത്തിന് പകരം ഇങ്ങനെ ജീവിതകാലം മുഴുവൻ പിണറായി വിജയന് നീറി നിൽക്കാം. അപ്പം അതുകൊണ്ട് ഈ കേസിനകത്ത് കേന്ദ്രത്തിൻ്റെ നടപടികൾ, കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ നടപടികൾ, EDയുടെ നടപടികൾ, SFIയുടെ നടപടി കൃത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇതിനകത്ത് വീണ വിജയനും അതോടൊപ്പം തന്നെ OCയും അതോടൊപ്പം തന്നെ RCയും അതോടൊപ്പം ഈ VD ഉണ്ടോന്ന് അറിയില്ല. അന്ത്യം വിരമരട്ടെ. ഡിജിറ്റൽ രേഖകളുടെ വീണ വിജയൻ ഡിജിറ്റൽ രേഖകളുടെ പരിശോധന വരെയാണ് ആദായ നികുതി രേഖയിൽ കോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കുറെ അധികം ആളുകളുണ്ട്. അതായത് 2013 മുതൽ 2019 വരെ ഈ പറഞ്ഞ CMRL കമ്പനി രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും ഒക്കെ കൊടുത്ത പണത്തിന്റെ ഡീറ്റെയിൽസ് ആണ് താങ്കൾ ഈ പറഞ്ഞ 180 കോടി. ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ ഒന്നോ നേതാക്കളോ വാങ്ങിയതല്ല. 2013 മുതൽ 2019 വരെ സംഘടനയ്ക്കുണ്ട് സാർ. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുറത്തേക്ക് വരട്ടെ. അതിനിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ, അതിലിങ്ങനെ അടയിരിക്കട്ടെ. അത് പുറത്തേക്ക് വരട്ടെ. അപ്പൊ നമുക്ക് ആരൊക്കെ എന്തൊക്കെ എന്തിനൊക്കെ ചർച്ച ചെയ്യാം. CMRL കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ വിധി വന്ന ദിവസം ഒരു സംശയം വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കേന്ദ്രം നടക്കും. അതിനൊരു സംശയം ഞങ്ങൾക്കില്ല. അതോടെ ജിൻഡോയെ പോലെ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്നാണ് അക്കാര്യത്തിൽ ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ആ നില വരാനാണ് സാധ്യത. അപ്പോൾ അത് നമുക്ക് നോക്കാം, കാത്തിരിക്കാം. പക്ഷേ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടുത്തെ പ്രശ്നം അതിൽ അരുൺകുമാർ പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ്. ഇവിടുത്തെ ഈ വിജിലൻസ് കേസ് എന്ന് പറയുന്നത് എന്താണ്? വിജിലൻസ് കേസ് പിണറായി വിജയനെതിരെയാണ് കേസ് എടുക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്നതാണ്. ആ പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തോ, അങ്ങനെ കുറ്റം ചെയ്തു എന്ന് പറയാനുള്ള യാതൊരു കാര്യവുമില്ല എന്ന് കോടതി പറയുന്നുണ്ട്.
അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിലേ കേസെടുക്കാൻ പറ്റൂ. കേസെടുക്കുന്ന കാര്യം കേട്ടോ, ശിക്ഷിക്കുന്ന കാര്യമൊന്നുമല്ല, കേസെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് കോടതികൾ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. വിജിലൻസ് കോടതികളും പിന്നെ ഇപ്പോൾ ഹൈക്കോടതിയും. ഇവിടുത്തെ പ്രശ്നം ഈ CMRലേക്ക് കണക്ട് ചെയ്യാൻ ഒരുപാട് കൽപ്പിത കഥകൾ ഉണ്ടാക്കിയതിന്റെ പ്രശ്നമല്ലേ. നോക്കൂ, 2018 ഒരു മാൻമെയ്ഡ് പ്രളയം വന്നു എന്നാണ് ആർക്ക്, ശശിധരൻ കർത്തയ്ക്ക് വേണ്ടി. അങ്ങനെ 2018 പ്രളയം മാൻമേഡായി ഉണ്ടാക്കി, ശശിധരൻ കർത്തയെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രളയം ഉണ്ടാക്കി. ആ പ്രളയത്തിന്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ വാരാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ മണൽ വാരിയത് വഴി ആ മണലിൽ നിന്നുള്ള ധാതു മണൽ കൊണ്ട് CMRൽ നേട്ടമുണ്ടായി. ഇതിങ്ങനെ വളരെ വൈൽഡായിട്ടുള്ള വന്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ തന്നെ ചില ബേസിക് ആയിട്ടുള്ള വസ്തുതകളുണ്ട്. ഒന്ന്, തോട്ടപ്പള്ളി സ്പിൽവേക്ക് ആഴം കൂട്ടാൻ തീരുമാനിച്ചത് കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അക്കാലത്ത് എടുത്ത ഒരു ഭരണപരമായ തീരുമാനമാണ്. അവിടെ നിന്ന് വാരുന്ന മണൽ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ KMMLനെയാണ്, അല്ലാതെ CMRലിനെ അല്ല. ഈ KMML IRക്ക് മണൽ കൊടുക്കുന്നുണ്ട്. ആ IRയാണ് ഇവർക്ക് മണൽ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വളഞ്ഞ ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഇതുകൊണ്ട് ഇത് അഴിമതിയാണ് കേട്ടോ. പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജുഡീഷ്യൽ ഓഫീസർമാരൊക്കെ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയും യുക്തിയുമുള്ള ആളുകളല്ലേ. അപ്പോൾ ഒരുപാട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിയതായോ ഇതിലെ തിരിച്ചടി? അഭിലാഷ് ഇപ്പൊ ചോദിച്ച പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്നൊരു സംശയം തോന്നാം. അപ്പൊ ഞാൻ ഓരോന്നിലേക്ക് വരാം. ആദ്യം തന്നെ അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആശ്വാസക്കുറവെന്നുള്ള വാർത്ത കൊടുത്ത് ശരിയായില്ലെന്ന്. ഞാൻ ഇപ്പോഴും പറയും, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇപ്പോഴും ആശ്വാസത്തിനുള്ള വകയായിട്ടില്ല. അവർക്ക് ആശ്വാസക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആദ്യം ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്റർ മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ PT തോമസ് ആണ് ആ ചോദ്യം ചോദിക്കുന്നത്. അന്ന് എത്ര പരുഷമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി PT തോമസിനെ നേരിട്ടതെന്ന് നിയമസഭാ രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. സഭാ TVയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി. രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ പ്രതിപക്ഷ ഭരണപക്ഷ രംഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അന്ന് സ്പീക്കർ AM ഷംസീറിനോട് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, അങ്ങ് ഇത് കാണുന്നില്ലേ എന്ന്. അതായത് മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു തിട്ടൂരമാണ് സ്പീക്കർക്ക്. അപ്പൊ ആശ്വാസക്കുറവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നുണ്ട്. രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തത് KSIDCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KSIDC എന്തുകൊണ്ടാണ് CMRL ഇത്തരത്തിൽ KSIDCക്ക് 10-14% ഷെയറുള്ള ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി കൊടുത്തതിൽ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്, അലംഭാവം കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ KSIDCക്ക് വേണ്ടിയിട്ട് രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ CS വൈദ്യനാഥൻ എന്ന് പറഞ്ഞ സുപ്രീം കോടതി വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തത് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസ തീരമണയാറായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഇനി അടുത്തത്, മുഴുവൻ തെളിവും ഇല്ലാതെയും എൻക്വയറിക്ക് ശുപാർശ ചെയ്യാമെന്ന് അരുൺകുമാർ തന്നെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളും പറയുന്നു, മുഴുവൻ തെളിവും സമാഹരിക്കാനായിട്ട് മാത്യു കുഴനാടൻ കേരളത്തിന്റെ വിജിലൻസ് ഡയറക്ടർ ഒന്നുമല്ല. അപ്പൊ മാത്യു കുഴനാടന് കിട്ടിയിട്ടുള്ള രേഖകൾ, അവൈലബിൾ ആയിട്ടുള്ള അനുമാനങ്ങൾ, നിഗമനങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ കേരളത്തിലെ കോടതിയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു. അത് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന എവിഡൻസുകൾ ഇല്ല എന്ന് പറഞ്ഞാണ് കോടതി തള്ളിയത്. അല്ലാതെ സംശയങ്ങൾ ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല, സംശയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, ഏത് കേസിലാ തെളിവില്ലാത്തത് ഉണ്ടായത് എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, PP കിട്ടില്ല 1500 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളത് കണ്ടെത്തലാണ്. ആരുടെയാ? CAGയുടെ കണ്ടെത്തലാണ്. കാലാവധി കഴിഞ്ഞ 1500 കോടി രൂപയുടെ മരുന്ന് കേരളത്തിലെ പാവപ്പെട്ടവരെ കൊണ്ട് തീറ്റിച്ചു എന്നുള്ളത് കണ്ടെത്തലാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി 1600 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി എന്നുള്ളത് കണ്ടെത്തലാണ്. കരുവന്നൂർ ബാങ്കിൽ 300 കോടി രൂപയുടെ തട്ടിപ്പും 200 കോടി രൂപ അല്ല ഞാൻ പറയട്ടെ ഈ പറഞ്ഞ കഥകളൊക്കെ അരുൺകുമാർ പറഞ്ഞു കോടതി പോയി പെടുത്തുന്നുണ്ടായിരുന്നു. കോടതി പോയതുകൊണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെട്ടിട്ടുള്ള പല കോടതി വിധികളും വന്നിട്ടുണ്ട്. അവരൊക്കെ വെള്ളപൂശിക്കൊണ്ട് അവരൊക്കെ കുറ്റമുക്തരാണെന്ന് പറഞ്ഞ കോടതി വിധികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആ കലാപങ്ങളിൽ കൊല്ലപ്പെട്ട മനുഷ്യരാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വാദിക്കാൻ പറ്റുമോ? അപ്പൊ കോടതി വിധികൾ പലതും വരും. പക്ഷെ അതിന്റെ പുറത്ത് സാധാരണ മനുഷ്യരുടെ സാമാന്യ ബോധം എന്നുള്ളതൊരു കാര്യമുണ്ടല്ലോ. ഇനി AI ക്യാമറയിൽ 110 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് CAG റിപ്പോർട്ടുണ്ട്. 36 കോടി രൂപയുടെ അഴിമതി ഫോണിൽ നടന്നുവെന്ന് CAG റിപ്പോർട്ടുണ്ട്. ലൈഫ് മിഷനിൽ 45% കോഴ നടന്നു എന്നുള്ള അന്വേഷണമുണ്ട്, റിപ്പോർട്ടുണ്ട്. അതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 110 ദിവസം ജയിലിൽ കിടന്നത്. നമുക്ക് മറക്കാറായിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഏത് വിഷയത്തിലെ തെളിവുള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതൊക്കെ പറയാനുണ്ട്. അതിനപ്പുറത്ത് ഞാൻ നീട്ടി പറയുന്നില്ല. ഇനി അരുൺകുമാർ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞുണ്ട്, മറ്റു പല UDF നേതാക്കന്മാരുടെ പേര് പറഞ്ഞല്ലോ. ഈ പേര് പറഞ്ഞ അരുൺകുമാറിന് കിട്ടിയത്? ഈ പറഞ്ഞ പേരൊക്കെ CMRL കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ ഡയറിയിൽ നിന്നല്ലേ? ആ ഡയറി ഒരു തെളിവല്ലെന്നല്ല ഇന്ന് കോടതി പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു തെളിവല്ലെങ്കിൽ അതിൽ പറയുന്ന UDFന്റെ നേതാക്കന്മാരുടെ പേര് പിന്നെ നിങ്ങൾ എന്തിനാ അഴിമതി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് നാണമില്ല അരുൺകുമാറെ? ആ ഡയറി ഒരു തെളിവല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ UDFന്റെ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്? അതൊരു തെളിവല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു തെളിവുള്ളൂ, അത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ കണ്ടെത്തൽ പ്രകാരം
SFI ഉണ്ട്, SFI അല്ല ഞാൻ ഒന്ന് പറയട്ടെ അല്ലല്ല, അദ്ദേഹം പറഞ്ഞു കഴിയട്ടെ. നമുക്ക് ഇപ്പോ എല്ലാവർക്കും പറയാവുന്ന കമ്പനി ചർച്ചയാണ്. ജിൻഡോ അത് പൂർത്തിയാക്കും, അതിനകത്ത് ചോദ്യങ്ങളുണ്ട്. അരുൺകുമാറെ അല്ല ഞാൻ നിങ്ങൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഞാൻ എന്റെ നിഗമനങ്ങളല്ലേ പറയുന്നത്. നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന ഒരു രേഖയുള്ളല്ലോ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. പ്രധാനപ്പെട്ട പ്രശ്നം ഇൻകം ടാക്സ് ആക്ട് 245D അനുസരിച്ച് ഈ പറഞ്ഞ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സെറ്റിൽമെന്റ് ഉണ്ടല്ലോ, അത് ഫൈനലാണ്. അതിനകത്ത് വന്നിട്ടുള്ള ഒരു വെളിപ്പെടുത്തലോ അതിന്റെ വിധിയോ പിന്നീട് തുടർ വേറൊരു കോർട്ട് ഓഫ് ലോയിൽ ഒരു തുടർ നടപടിക്കുള്ള വസ്തുതയാവില്ല. അതിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ല. ശരിയാണ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഗതി വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു കോടതിയിൽ പോയിട്ട് ഇതാ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കേസ് നടത്താനുള്ള തെളിവ് മൂല്യം ഈ പറയുന്ന സംഗതിക്കകത്തില്ല. അല്ല അഭിലാഷേ, അതിൽ തെളിവ് മൂല്യമില്ലെങ്കിൽ SFIയുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിലൊക്കെ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും തെളിയിക്കേണ്ടതാണ്. ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൽ എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണമല്ലോ. എന്താണ് ഇതിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഇടപെലുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കാൻ കാരണമെന്ന്. ഇപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴവും വരപ്പും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ധാതുമണൽ ഖനനത്തിന് വേണ്ടി അനുമതി കൊടുത്തു. പുറക്കാട് പഞ്ചായത്ത് അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കളക്ടർ ഇടപെട്ട് ആ സ്റ്റോപ്പ് മെമ്മോ മാറ്റി അത് ധാതുമണൽ ഖനനത്തിന് വേണ്ടി അനുവദിച്ചു. അപ്പൊ നമ്മൾ അതിനോട് കൂട്ടി വാദിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2018 വരെ CMRL കമ്പനി ജപ്പാനിൽ നിന്ന് E-way ബില്ല് പ്രകാരമാണ് ധാതുമണൽ ഖനനം മണൽ ഇറക്കുമതി ചെയ്തത്. ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി വന്നതിന് ശേഷം അവർ ജപ്പാനിൽ നിന്ന് ധാതുമണൽ ഇറക്കുമതി ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അവർക്ക് ഗുണപ്പെട്ടോ? ഇനി രണ്ടാമത്തത് അതിനു വേണ്ടിയിട്ട് റവന്യൂ വകുപ്പ് 2 വട്ടവും അത് തള്ളിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യവസായ 1990 റവന്യൂ വകുപ്പിന്റെ 1999 മുതൽ IRE ഈ CMRLന് ധാതുമണൽ കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന ഈ അളവ് ക്വാണ്ടിറ്റി കുറഞ്ഞ സമയത്ത് അവർ പുറത്തു നിന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഇറക്കുമതി ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണൽ നീക്കം ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ധാതുമണൽ വേർതിരിക്കാൻ KMML അനുമതി കൊടുത്തു. അപ്പോൾ ഇത് കോടതി അഡ്രസ് ചെയ്ത വിഷയമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ലോക്കലായിട്ടുള്ള മണൽ അവൈലബിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മണലിനേക്കാൾ കുറഞ്ഞ പണത്തിന് ഇവിടെ കിട്ടും എന്നുള്ളത് അത്ഭുതകരമായ കാര്യമില്ല. അതിൽ ഗൂഢാലോചനയൊന്നും കാണേണ്ടതില്ല എന്ന് പറഞ്ഞത് കോടതിയാണ്. ഇത് കോടതി സെറ്റിൽ ചെയ്ത അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല അഭിലാഷ്, ഞാൻ പറഞ്ഞല്ലോ കോടതി പറഞ്ഞു എന്നുള്ളത് ശരി. എന്റെ സംശയം കൂടി ഞാനൊന്ന് പറയട്ടെ. അത് തെറ്റാണെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചോ. ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് തൃക്കുന്നപ്പുഴയിൽ 51 ഏക്കറിൽ മിനറൽ കോംപ്ലക്സ് തുടങ്ങാൻ വേണ്ടി വന്നപ്പോൾ 15 ഏക്കർ റവന്യൂ വകുപ്പിന്റെ മുമ്പിൽ അപേക്ഷ കൊടുത്തു ഇതിന് റിലാക്സേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. നിയമവുമായി ബന്ധപ്പെട്ട വിഷയം അത് വിശദമായി അടുത്ത സെഗ്മെന്റിൽ വരാം. അതിനുശേഷം എടുക്കേണ്ട സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ഈ ഭൂപരിധി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നിശ്ചയമായി വരും. എന്താണ് ക്വിഡ് പ്രോ ക്വോ എന്ന് ചോദിച്ചില്ല. ഞാൻ പറയട്ടെ, ഒരു പോയിന്റ് അത് തന്നെയാണ് നമ്മൾ ഇനി അടുത്ത അരമണിക്കൂർ ചർച്ച ചെയ്യേണ്ടത്. വിഷയത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ അരുൺകുമാർ, ഇവിടെ ക്വിഡ് പ്രോക്കോ, അതായത് മകൾക്ക് കിട്ടിയ പണത്തിന് മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തതായി തെളിയിക്കാനോ സൂചിപ്പിക്കാനോ ഉള്ള ഒരു വസ്തുതയും കോടതി മുമ്പാകെ വന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാൻ മാറ്റി കഴിഞ്ഞിട്ടില്ല. ഇതാണല്ലോ ഈ കേസിന്റെ വിജിലൻസ് കേസിന്റെ ആകെ തുക. പക്ഷെ അപ്പോഴും ശരി, മുഖ്യമന്ത്രി പ്രത്യുപകാരമായി CMRLനോ ശശിധരൻ കർത്തയ്ക്കോ ഒന്നും ചെയ്തു കൊടുത്തതായി രേഖയോ തെളിവോ ഇല്ല എന്ന വസ്തുത ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചാലും 2017 മുതൽ 2019 വരെ കിട്ടിയ പണത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിവരണം അതല്ലെങ്കിൽ അതിൻ്റെ വസ്തുത സമൂഹത്തെ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഒരു CPIM അംഗമായ നേതാവായ താങ്കൾക്കും അഭിഭാഷകൻ കൂടിയായ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി കുറേ കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ ചർച്ചയിൽ ഇവർ CPM-നെതിരെയും ഗവൺമെന്റിനെതിരെയും ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യത്യസ്തമാണ്. അവസ്ഥ പറഞ്ഞത് മാത്യു കുഴൽനാടൻ വിജിലൻസിന്റെ ഡയറക്ടറൊന്നും അല്ലല്ലോ. പക്ഷെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞത് വെറും ആരോപണങ്ങളാണെന്നും അത് ആർക്കും ഉന്നയിക്കാൻ പറ്റുന്ന ആരോപണമാണെന്നും അതിന് വസ്തുതയുമായി പുലബന്ധമില്ലെന്നും ഒരു ഫാക്സും ഇല്ലെന്ന് കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ജനങ്ങളുടെ സാമാന്യ ബോധത്തിൽ അതുണ്ടല്ലോ.
ആ സാമാന്യ ബോധത്തിൽ ഉണ്ടായതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. നിരന്തരം വ്യാജമായ കള്ളമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും CPM നേതാക്കന്മാർക്കുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഹൈക്കോടതിയുടെ ഗേറ്റിംഗെ വന്ന് ഒരു BJPയുടെ നേതാവ് പൊതുമാപ്പ് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ മാപ്പ് രാവിലെ പിൻവലിച്ചു. പിന്നെ സത്യസന്ധമായിട്ടുള്ള വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എത്ര മാപ്പുകൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങ് ആക്രമിക്കുക, വസ്തുതയുടെ പുലബന്ധം പോലും ഇല്ലെങ്കിലും ഒരു രേഖയില്ലെങ്കിലും CPMനെ താറടിച്ച് കാണിക്കാൻ അങ്ങ് ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ പറഞ്ഞല്ലോ ഈ KREയും EMLുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തവണ, ഒന്ന് കളക്ടർ റെക്കമെൻഡ് ചെയ്ത സാഹചര്യം, 2 ഹൈക്കോടതി വീണ്ടും കൺസിഡർ ചെയ്യാൻ പറഞ്ഞ സാഹചര്യം, ഇതെല്ലാം ഇവിടെ പറഞ്ഞ നിങ്ങൾ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2 കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള ട്രാൻസാക്ഷന് ശേഷം നടന്ന കാര്യമാണ്. അതായത് 2023-ലും 2024-ലുമാണ് ഇത്തരത്തിലുള്ള അപേക്ഷ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നത്. മുഖ്യമന്ത്രി ഉചിതമായി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനല്ലേ റെഫർ ചെയ്ത്? ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ അങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യമല്ലേ? ഒരു ഘട്ടത്തിൽ പോലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് അടിവരയിട്ടെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയല്ലേ? ആ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്നെങ്കിലും നിങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ ആ വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നും പറഞ്ഞ് വിശാല മനസ്സോടെ ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിച്ചപ്പോൾ ഇനി കാവിലെ പാട്ടുമരത്തിന് വീണ്ടും കാണാം, മത്സരത്തിന് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ പറയുക. എന്നിട്ട് മാത്യു കുഴൽനാടൻ ഇന്റർവ്യൂവിൽ ഒരു വാക്കോടെ പറഞ്ഞു, സുപ്രീം കോടതിയിൽ നിന്ന് ഹാജരാക്കിയ വിധിന്യായങ്ങളാണ് ഹൈക്കോടതി പ്രാധാന്യം കൊടുത്തത്, അതുകൊണ്ടാണ് പറ്റിയെന്ന്. ഹൈക്കോടതി സുപ്രീം കോടതി വിധിക്കല്ലേ പ്രാധാന്യം കൊടുക്കുക, പ്രീസിഡൻസ് അല്ലേ നോക്കുക. എല്ലാ വസ്തുതയും നോക്കി അമിക്കസ് ക്യൂറിയെ വച്ചുകൊണ്ട് എല്ലാ A to Z പരിശോധിച്ചതിന് ശേഷം ഒരു വിധി വന്നു. ഇപ്പോഴും നിങ്ങൾ ആവർത്തിക്കുന്നത് ഈ കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കരാറിന്റെ ഭാഗമായി കിട്ടിയത് പൊതുസമൂഹത്തിൽ, അതൊക്കെ കമ്പനികാര്യ വകുപ്പും FSIയും എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ചോദിക്കുമ്പോഴും എല്ലാം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കമ്പനികളുടെ പ്രൈവറ്റ് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഈ നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? അതിന്റെ ഭാഗമായി ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഈ ഏതെങ്കിലും കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് വസ്തുത. ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ വന്ന് നുണ പറയല്ലേ. നിങ്ങൾ AI ക്യാമറ, ജലമെട്രോ, അതുപോലെ തന്നെ ഇവിടെ നിരവധി സാഹചര്യങ്ങളിൽ ഹൈക്കോടതിയെ സമീപിച്ചല്ലോ. ഇപ്പൊ വിജിലൻസ് കോടതി ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചല്ലോ. ഒറ്റ കാര്യം ഒറ്റ രംഗത്ത് പോലും കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്നോ ജില്ലാ കോടതിയിൽ നിന്നോ ട്രൈബ്യൂണലിൽ നിന്നോ ഏതെങ്കിലും ഒരു വിധി UDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? ഇവിടെ CAG റിപ്പോർട്ടില്ലേ, CAG റിപ്പോർട്ട് വന്നാൽ, ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പല ഓഡിറ്റ് വരുമ്പോഴും ചില ഒബ്ജക്ഷൻ കാണിക്കും, ഇതെന്താണ് കാര്യം ചോദിക്കും, കാര്യകാരണ സഹിതം വിവരിച്ചു കൊടുക്കുമ്പോൾ അത് അവിടെ തീരും. അല്ലാതെ നിങ്ങളുടെ രേഖകളെല്ലാം വെള്ളത്തിൽ വരച്ച രേഖയാണ്. നിങ്ങൾ കാണിക്കുന്നത് അന്ന് ശങ്കരാടി കാണിച്ച കയ്യിലെ രേഖയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, ഈ നുണപ്രചരണങ്ങളും ആരോപണങ്ങളും എല്ലാം അവസാനിപ്പിച്ച് വസ്തുതകൾ മനസ്സിലാക്കാൻ സമയം മാറ്റി വയ്ക്കും. പിന്നെ ഒറ്റ കാര്യം, ഈ BJPയുടെ പ്രതിനിധി എന്തൊക്കെയോ പറഞ്ഞതിന് അതൊക്കെ അരുൺകുമാർ പറഞ്ഞതാണെന്ന് പറഞ്ഞ താങ്കൾ മറുപടി പറഞ്ഞേ. അവിടെ ആ പാഴ് ബുക്ക് എന്താ ഈ പറ്റ എഴുതുന്ന കണക്കിലെ ബുക്കിലെ രേഖ കാണിച്ച് ഇത്രയും നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞത് വസ്തുതാപരമല്ലെന്നും സുപ്രീം കോടതിക്ക് വിധിക്ക് എതിരാണെന്നും ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് BJP പ്രതിനിധിക്ക് മറുപടി കൊടുക്കുമ്പോഴും താങ്കൾ എന്നെ കോട്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞ വാക്കും വാചകവും എല്ലാം എനിക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. ശരി, ഇവിടെ നേരത്തെ താങ്കൾ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയം നമ്മൾ അതിന്റെ കാതൽ പരിശോധിച്ചാൽ, ശ്രീ ജിൻഡോ, മുഖ്യമന്ത്രി എന്ത് ചെയ്തു കൊടുത്തു? വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്ന, ഹൈക്കോടതി കോട്ട് ചെയ്യുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി ഈ വാങ്ങിയ പണത്തിന് തിരികെ എന്തെങ്കിലും ചെയ്തു എന്നാണെങ്കിൽ അതിന് ഈ ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട് 2 തവണ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു. പൈസ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ചെയ്യാൻ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് ഉപയോഗിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആരുടെ ചോദ്യം? കോടതിയുടെ ചോദ്യം. ലാൻഡ് സീലിംഗ് ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടില്ല, ലാൻഡ് സീലിംഗ് ഇളവ് വേണം എന്ന ആവശ്യം നിരാകരിക്കപ്പെടുകയാണ് ആത്യന്തികമായി ഉണ്ടായത്. അപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പണം വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഏർപ്പാടാണെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്താൽ പോരായിരുന്നോ എന്ന് കോടതി തന്നെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ക്വിഡ് പ്രോക്കോ നിലനിൽക്കുക? അല്ല അഭിലാഷേ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് ഒരു ടെക്നിക്കൽ ഭാഗമായതുകൊണ്ട് ഇത് തീരുന്നവരെ ഒരു മിനിറ്റ് മതി, അതിനുള്ളിൽ ഇടപെടരുത്. ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ ഇടപെടാം. ഞാൻ പറയുന്നത്, ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് ഇവർ അപേക്ഷിച്ചതിന് ശേഷം 2 പ്രാവശ്യം റവന്യൂ വകുപ്പ് ആ അപേക്ഷ തള്ളിയിട്ട് മുഖ്യമന്ത്രി വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. റവന്യൂ വകുപ്പ് 2 പ്രാവശ്യവും നിയമങ്ങൾ അനുസരിച്ച് തള്ളിയിട്ടും വീണ്ടും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ താല്പര്യമുണ്ട്. ഞാൻ അവിടെ വിടുകയാണ്. അതിനപ്പുറത്ത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഏജൻസികളുമാണല്ലോ. ഇനി അടുത്തത്, ഈ 2018-19 കാലഘട്ടത്തിൽ KMML എന്ന് പറയുന്ന സർക്കാർ കമ്പനി, അതായത് പൊതുമേഖലാ സ്ഥാപനം, സിന്തറ്റിക് റൂട്ടൈൽ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഈ KMML എന്ന് പറഞ്ഞ കമ്പനിക്ക് സ്വന്തമായിട്ട് ഇൽമനൈറ്റിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ
ഉള്ളപ്പോൾ തന്നെ CMRL കമ്പനിയിൽ നിന്ന് അത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. അതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2024 ജനുവരി 30 കേരള നിയമസഭയ്ക്കകത്ത് നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് KMML എന്ന് പറയുന്ന കമ്പനി, പൊതുമേഖലാ കമ്പനി, സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ 2018-19 വർഷങ്ങളിൽ വാങ്ങിയ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവരം കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇനി അടുത്തത് 2023 ഡിസംബർ 18 മാത്രമാണ് ധാതുമണൽ ഖനനത്തിനുള്ള ലൈസൻസ് റദ്ദാക്കുന്നത്. 2019 കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടും എന്തുകൊണ്ട് 4 വർഷക്കാലം അതിന്മേൽ അടയിരുന്നു? ഇതെല്ലാം CMRL കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ളതെന്ന് ഒരു സാമാന്യ ബുദ്ധിയിൽ തോന്നുന്ന സംശയമാണ്. അതിനപ്പുറത്ത് അന്വേഷിച്ചാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഒരു കൊലപാതകം, ഒരു മരണം നാട്ടിൽ നടക്കുമ്പോൾ പലരും ആത്മഹത്യയാണെന്ന് പറയും, പലരും പല രീതിയിൽ പറയും. അതിലൊരു സംശയമുണ്ടെങ്കിൽ സംശയത്തിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കുമ്പോഴാണ് ചിലപ്പോൾ അത് കൊലപാതകമായിട്ട് കാണുന്നത്, അതിന്റെ പുറകിലെ ഗൂഢാലോചന പുറത്തു വരുന്നത്. അപ്പൊ ഇത് മുഴുവൻ കണ്ടെത്തിയിട്ട് സാധ്യമാകുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്റെ അരുൺകുമാറെ ഒന്ന് മിണ്ടാതിരിക്കും. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയോ? എനിക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ടെന്നേ. കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി താങ്കൾ പറഞ്ഞ വസ്തുതയുണ്ടോ എന്ന് എനിക്കൊരു ഒറ്റ കാര്യത്തിലെ വസ്തുത നിങ്ങളോട് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് 1,72,00,000 രൂപയ്ക്ക് CMRL കമ്പനിക്ക് കൊടുത്തത്? ഈ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യമൊന്നുമല്ലല്ലോ. ഈ പാർട്ടിയുടെ അടിത്തറ ഇളകാൻ പോയിട്ട് മുഖ്യമന്ത്രി ഇത്രത്തോളം ആക്ഷേപത്തിന് വിധേയനായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? സ്വന്തം അച്ഛന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലും വീണ തൈക്കണ്ടിയിൽ നിന്ന് എന്ത് സേവനമാണ് കൊടുത്തത്, എന്ത് സോഫ്റ്റ്വെയർ ആണ് നിർമ്മിച്ചു കൊടുത്തത് എന്ന് പറയാൻ എന്തുകൊണ്ട് അരുൺകുമാർ പറ്റാത്തത്? ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ MS ഓഫീസ്, പവർ ബിൽഡർ ഒക്കെയാണ് കൊടുത്തതെന്ന്. അതൊക്കെ കൊടുക്കാനായിട്ട് എന്തിനാ 1,72,00,000 രൂപ? അതിനുള്ള മറുപടി താങ്കൾ പറയണ്ടേ? അടുത്ത് പറഞ്ഞത് കോടതി പറഞ്ഞു പോലും, ഈ ഇന്നത്തെ കോടതി വിധിയിൽ പറഞ്ഞു പോലും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന്. ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് മുഴുവൻ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇനി ഞങ്ങൾക്ക് UDF അനുകൂല വിധി സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന്. അനുകൂല വിധി സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നില്ല. ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്? ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതിയിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് യൂട്ടേൺ എടുക്കേണ്ടി വന്നു? ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ജയ്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്ററുടെ പേര് ഈ പറഞ്ഞ വീണ വിജയന്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റേണ്ടി വന്നു? എന്തുകൊണ്ടാണ് വീണ വിജയന്റെ കമ്പനി ഡോർമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ച് പൂട്ടി പോകേണ്ടി വന്നു? ഇത്ര വകുത്തായ സേവനം കൊടുക്കുന്ന കമ്പനിക്ക് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് കമ്പനി പൂട്ടി രക്ഷപ്പെടേണ്ട സാഹചര്യം എന്തുകൊണ്ട് വന്നു? സത്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയണ്ടേ? വീണ തൈക്കണ്ടിൽ എവിടെയാ? ഇനി നിങ്ങൾ കുറെ കാലം കുറെ സത്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ സത്യങ്ങൾ എന്തായിരുന്നു? വീണ വിജയനെ കേട്ടില്ല പോലും. നമ്മൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്. അവരുടെ പരാതി, അവരുടെ മുമ്പിൽ ഈ SFI അന്വേഷണം വന്നപ്പോഴാണ് അവർ കൊടുത്തത്. അത് പ്രകാരം 2021 ജനുവരി 29 മുതൽ 2024 ഫെബ്രുവരി 8 വരെ 15 പ്രാവശ്യത്തോളം CMRL കമ്പനി ഈ എക്സാലോജി കമ്പനിയുമായിട്ട് വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ IT ഡിപ്പാർട്ട്മെന്റ്, കമ്പനി കാര്യ മന്ത്രാലയം, ROC ഇതൊക്കെ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ 2022 7 മാസം 6 പ്രതിനിധി അയച്ചു. അത് പോരാന്ന് പറഞ്ഞപ്പോ 7 മാസം 22 നേരിട്ട് ഹാജരായി. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടതല്ലേ? നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളുടെ മറുപടി കേട്ടില്ല എന്നാ. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകളുടെ മറുപടി കേട്ടിട്ടും അതിൽ ആരോപണത്തിന് കാതലായിട്ടുള്ള കഴമ്പുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇനി എന്റെ എല്ലാ സംശയങ്ങളും വിട്ടേരെ. ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുന്ന ആരോപണമായിട്ട് വിചാരിക്കൂ. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് കൊടുത്തത് അരുൺകുമാറെ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇതുപോലത്തെ സേവനം കൊടുക്കാമല്ലോ. ഈ നാട്ടിലെ സാധാരണക്കാർക്കും ആ സേവനം പഠിച്ചിട്ട് ഇതുപോലെ CMRL പോലുള്ള കമ്പനിക്ക് കൊടുത്ത് ഞങ്ങൾക്കും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമല്ലോ. ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ ആശാവർക്കർമാരും അംഗൻവാടിക്കാരും ഈ സേവനം കൊടുത്ത് അങ്ങ് ജീവിക്കട്ടെ, അവരും രക്ഷപ്പെടട്ടെ. മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? ശരി, ഓക്കെ. ഇവിടെ ശ്രീ പിണ്ടു മഹാദേവ്, ഇവിടെ താങ്കൾ സൂചിപ്പിച്ച SFIയുടെ അന്വേഷണം ഉണ്ടല്ലോ. ഇപ്പൊ നോക്കൂ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി എക്സാലോജിക് എന്ന കമ്പനി നടത്തുന്ന ആളാണ്. അവരുടെ ഒരു ക്ലയന്റ് ആയിരുന്നു ഈ CMRL. അപ്പോൾ വീണയ്ക്കും അതുപോലെ തന്നെ എക്സാലോജി കമ്പനിക്കുമായിട്ടാണ് 8 ലക്ഷം രൂപ പ്രതിമാസം വെച്ച് 1,72,00,000 രൂപ ആ കമ്പനി 2017 മുതൽ 2019 വരെ കൊടുത്തിരുന്നത്. മറ്റ് ക്ലയൻസും ഉണ്ടായിരുന്നു. ഇപ്പോൾ JDT ഇസ്ലാം പോലെയുള്ള മറ്റ് ക്ലയൻസും ഒക്കെ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പനി എന്തെങ്കിലും കോർപ്പറേറ്റ് ഫ്രോഡ് കാണിച്ചിട്ടുണ്ടോ? ഇതാണ് കമ്പനി കാര്യ മന്ത്രാലയം പരിശോധിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇവർ ഡോർമെന്റ് ആയതും ഈ ഡോർമെൻസി ഡിക്ലെയർ ചെയ്തതും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ
ഈ 180 കോടി എന്ന് പറയുന്ന കാര്യത്തിൽ ഈ 1,72,00,000 രൂപയാണ് വീണയുമായി ബന്ധപ്പെട്ട കാര്യം. അത് ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത നികുതികളൊക്കെ അടച്ചിട്ടുള്ള ഒരർത്ഥത്തിൽ ഒരു സേവനത്തിന് വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം എന്ന് നിയമപരമായി സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റതൊക്കെയാണ് ഈ പറഞ്ഞ കടലാസിൽ എഴുതിയ പൈസ, ബാക്കിയുള്ള പൈസ, പലർക്കായി കൊടുത്തിട്ടുള്ള പൈസ. അപ്പോൾ ഈ SFIO യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? ഈ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെന്നാണോ, അതോ ഈ CMRL എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മറ്റുള്ളവർക്കൊക്കെ കുറേ കിക്ക് ബാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്? അല്ല, ഇതിനകത്ത് ഒരു കണ്ണി മാത്രമാണ് വീണ വിജയൻ. അദ്ദേഹത്തിന് എന്തുകൊണ്ട് 1,72,00,000 രൂപ കിട്ടി എന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളാണ്, അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയാണ്. അതാണ് ഇവിടെ. അതിനകത്ത് വിജിലൻസ് പരമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ വിജിലൻസിൽ ഇങ്ങനെ കോടതിയിൽ പോയിട്ടുള്ള ഈ മാത്യു കൊളനാടൻ മണ്ടനല്ലാതെ വേറൊന്നും പറയല്ല. കാരണം കേരളത്തിൻ്റെ വിജിലൻസ് സംവിധാനം പിണറായി വിജയൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ട്? അതവിടെ നിൽക്കട്ടെ. അങ്ങ് ചോദിച്ച SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇതൊരു വീണ വിജയൻ്റെയോ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ വിഷയമല്ല. രാജ്യദ്രോഹ സാമ്പത്തിക കുറ്റകൃത്യം എന്ന രീതിയിലാണ് ഇതിന് കാണുന്നത്. കാരണം ഈ രാജ്യത്ത് പറയല്ലോ കള്ളപ്പണം വെളുപ്പിക്കുന്നു. ഈ പണം 185 കോടി രൂപ എവിടേക്ക് പോയി, ആരുടെ കൈകളിലേക്ക് പോയി? ഇതാണ് അന്വേഷണം. ആ അന്വേഷണത്തിൽ ഒരു വസ്തുതയാണ്, വീണ തൈക്കണ്ടിയിലേക്കും 1,72,00,000 രൂപ പോയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? കള്ളപ്പണം വെളുപ്പിച്ചെങ്കിൽ PMLA ആക്ട് ഇട്ട് അന്വേഷിക്കണം. അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേണം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും അതല്ല ED അന്വേഷണം നടത്തിയപ്പോഴാണ് ED ആണല്ലോ പറഞ്ഞത് കോർപ്പറേറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾ. അതുകൊണ്ടാണ് SFIയുടെ അന്വേഷണം വന്നത്. അപ്പോൾ അതിനകത്ത് ED വന്നല്ലോ. ഞാൻ നോക്കും ഇതിനകത്ത് ED ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഒന്നും നമ്മൾ SFI എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഈ രാജ്യത്ത് IAS-കാരും IPS-കാരും ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചട്ടക്കൂട് സംവിധാനമാണ് SFIO. പിന്നെ SFI അന്വേഷണം നടക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് കമ്പനി നിയമപ്രകാരം മറ്റൊരു അന്വേഷണ ഏജൻസിക്കും അന്വേഷിക്കാനുള്ള വകുപ്പില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വിജിലൻസിനും അന്വേഷിക്കാൻ സാധിക്കില്ല SFIയുടെ അന്വേഷണം നിൽക്കുന്ന സമയത്ത്. പിന്നെ പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമാണെങ്കിൽ ഓക്കെ അങ്ങ് പറഞ്ഞത്, പക്ഷേ വീണ വിജയനെതിരെയുള്ള അന്വേഷണമാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കാനുള്ള വകുപ്പില്ല. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ജിൻഡോ പറയുന്നു ഞങ്ങൾ വലിയ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് വീണ തൈക്കയുടെ പോരാട്ടം. അങ്ങനെയാണെങ്കിൽ ഇവർ ഏതെങ്കിലും ഇവരുടെ പ്രതിപക്ഷ നേതാവോ ഇനി ഈ മാത്യു കുളനാടോ ഒരു പരാതി പോലും കേന്ദ്ര ഏജൻസികൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. എന്താ കൊടുക്കാത്തത്? അങ്ങനെയാണെങ്കിൽ അതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വിജിലൻസിൽ മാത്രമല്ല പരാതി കൊടുക്കേണ്ടത്. ഇവിടെ എത്ര മന്ത്രാലയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി മന്ത്രാലയങ്ങളുണ്ട്. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കൊടുത്താൽ കുടുങ്ങും. ഇത് കോൺഗ്രസ്സും കോൺഗ്രസ് പറയാൻ പറ്റില്ല, UDF-ഉം LDF-ഉം നടത്തുന്ന ഈ കേരളത്തിൽ നടന്ന വലിയ രാഷ്ട്രീയ അഴിമതിയാണ്. ആ രാഷ്ട്രീയ അഴിമതി ഇവിടെ വിവിധ രീതിയിലേക്ക് ഒരു സാമ്പത്തിക കുറ്റകൃത്യമായി മാറുന്നു. ഇത്തരത്തിലുള്ള നിരവധി കോർപ്പറേറ്റ് കമ്പനികൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ ED നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇന്ത്യയിൽ 2014 ശേഷം SFI അന്വേഷിക്കുന്ന 7ാമത്തെ കേസാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ 2014 ശേഷം SFI അന്വേഷിക്കുന്ന 7ാമത്തെ കേസാണ്. അപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ തെളിവുകൾ കിട്ടുക എന്ന്. SFIയുടെ അന്വേഷണത്തിൽ വീണ വിജയൻ്റെ 2014 മുതൽ 2024 വരെയുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം അവർ പരിശോധിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു ഈ പറയുന്ന CMR കമ്പനിയിൽ നിന്ന് മാത്രമല്ല വീണ വിജയൻ മാസപ്പടി മേടിച്ചിട്ടുള്ളത്. ഇത് ഒരു ബിസിനസ്സാണ്, രാഷ്ട്രീയ ബിസിനസ്. അതായത് സ്വന്തം കുടുംബത്തിനും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഫാമിലിക്കും പണം ഉണ്ടാക്കാൻ, വീണ വിജയൻ്റെ എക്സാലോജിക്കും പാർട്ടിക്ക് പണം ഉണ്ടാക്കാൻ അതിനുവേണ്ടി ഊരാളുങ്കൽ സൊസൈറ്റിയും. ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊതുനയം. കാരണം കൺസൾട്ടൻസി അഴിമതിയാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ സർക്കാർ. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, ഇവരുടെ പല പദ്ധതികളും 5 കോടിയും 10 കോടിയൊക്കെയാണ്. എന്തിനാണ് ഈ 5 കോടിയും 10 കോടിയും പദ്ധതി കേരളത്തിലുള്ളത്? കൺസൾട്ടൻസി കൊടുക്കാനാണ്. അപ്പോൾ അഴിമതിയുടെ മറ്റൊരു മുഖം കൂടി ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ തുടങ്ങുകയാണ്. കാരണം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സ്വന്തം മകൾക്കുള്ള ആസ്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ IT പോലെയുള്ള താരതമ്യേന കുറഞ്ഞൊരു വകുപ്പ് പിണറായി വിജയൻ ചോദിച്ച് മേടിച്ചത് എന്തിനാ? നിങ്ങൾ മനസ്സിലാക്കണം. IT പൊതുവെ നമുക്ക് ഏതെങ്കിലും ഒരു സർവ്വസാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഈ ഘടകകക്ഷികളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാറ്. പിണറായി വിജയൻ IT എന്തിനാണ് സ്വയം ഉണ്ട്? IT ഉണ്ട്. അല്ല ഞാൻ പറയട്ടെ, ITക്കകത്ത് ഇത് അല്ല ഉമ്മൻചാണ്ടി സമയത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നില്ല. അതേ സമയത്ത് പിണറായി വിജയൻ IT എന്തുകൊണ്ടാണ് IT ഏറ്റെടുത്തത്? അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അത് മാത്രം വലിയ അഴിമതി നടന്നിട്ടുണ്ട്. സാർ അഭിലാഷ് സാർ, ഞാൻ പറയാം. അല്ല ഞാൻ പറയട്ടെ അഭിലാഷ് സാർ, ഇതിനുമായി ബന്ധപ്പെട്ട് ഞാൻ IT-യുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അഴിമതിയുടെ മറ്റൊരു മുഖം കൂടി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, ഏറ്റവും കൂടുതൽ സ്മാർട്ട് സ്കൂളുകളിനകത്ത് സ്മാർട്ട് ക്ലാസ്സുകളുണ്ട്. 1,00,000 സ്മാർട്ട് ക്ലാസ്സുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1,00,000 സ്മാർട്ട് ക്ലാസ്. അപ്പോൾ ഇവർ പറയും ഞങ്ങളുടെ വികസന നേട്ടമാണെന്ന്. ഇത് സ്മാർട്ടായിട്ട് സ്കൂളുകളുടെ ക്ലാസ് തുടങ്ങുന്നത് എന്തിനാണ്? വീണ വിജയൻ്റെ ബാംഗ്ലൂർ കേന്ദ്രമാക്കിയിട്ടുള്ള ഏജൻസിയായിരുന്നു ഇതിൻ്റെ മുഴുവൻ കരാറ്.
കേരളത്തിലെ പബ്ലിക് സ്കൂളിൽ മുഴുവൻ കരാർ കിട്ടിയിട്ടുള്ളത് വീണ വിജയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസിക്കായിരുന്നു. അതും വലിയൊരു അഴിമതിയാണ്. ആ അഴിമതിക്കെതിരെ ഇവിടെ ഒരു അക്ഷരം ഒരാൾ മിണ്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് IT മേഖല എന്ന് പറയുന്നൊരു മേഖല എടുത്തുകൊണ്ട് ഈ എക്സാലോജിക് ആയിക്കോട്ടെ, IT-യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ പദ്ധതികളിലും അഴിമതിയുടെ പങ്കാളി വീണ വിജയനാണ്. അതിൻ്റെ ഒക്കെ കൺസൾട്ടൻസി ഫീസ് കിട്ടുന്നതും വീണ വിജയൻ, അതിലൊരു സംശയവും വേണ്ട. ശരി, അവിടെയാണ് ശ്രീ അരുൺകുമാർ. അപ്പോൾ അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ അന്വേഷണം മുഖ്യമന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള പൊതുസേവകർക്കെതിരെ ഉള്ള PC ആക്ട് അനുസരിച്ചുള്ള അന്വേഷണത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് കോടതി കാണുന്നത്. മറിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയം പരിശോധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് വന്നിരുന്നത് ഒരുപക്ഷെ അരുൺകുമാറിന്റെ കയ്യിലുണ്ടാവും. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ ഫ്രോഡുലന്റ് എന്നൊരു വാക്ക് തന്നെ ഉണ്ട്, ഓർമ്മയിലുണ്ടാവും. അപ്പോൾ അത് വളരെ ആഴത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനികാര്യ മന്ത്രാലയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അഭിലാഷേ, ഇത്തരത്തിലുള്ള ഏജൻസികളെല്ലാം അന്വേഷിക്കട്ടെ. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെയല്ലേ കേന്ദ്ര ഏജൻസികളെ അങ്ങ് വിളിച്ചു വരുത്തിയത്? അന്വേഷണം വന്നപ്പോൾ എത്ര മാസം നമ്മൾ ചർച്ച നടത്തി? 2019 ഒക്ടോബർ മുതൽ ആരംഭിച്ച ചർച്ച 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 1.5 കൊല്ലമല്ലേ തുടർന്നത്? എന്നിട്ട് എന്താ റിസൾട്ട്? അന്ന് വന്ന ED, അന്ന് വന്ന CBI, അന്ന് വന്ന കസ്റ്റംസ്, അന്ന് വന്ന ആദായ നികുതി വകുപ്പ് എപ്പോഴാണ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് തിരിച്ചു പോയത്? പിന്നെ മുഖ്യമന്ത്രി അറിയോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ? അവരിപ്പോ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് അറിയാം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ ആര്യയുണ്ട മോഷ്ടിച്ചതിനാണോ? ആര്യയുണ്ട മോഷ്ടിച്ചതിനാണ് ജയിലിൽ കിടന്നത്. അല്ല, മര്യാദ കാണിക്കുക. നിങ്ങൾ മര്യാദ കാണിക്കുക. എന്തിനത്ര അസഹിഷ്ണുത? എന്തിനാ? അവസാനം ED അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. ഈ ED മിനിങ്ങാത്ത ഒരു റിപ്പോർട്ട് കൊടുത്തല്ലോ 25-ാം തീയതി. 41.6 കോടി രൂപ കേരളത്തിലേക്ക് വന്നത് ഒരു കുറ്റകൃത്യമല്ല, ഭൂമി വാങ്ങിക്കാൻ വന്നതാണ്, തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥലം മേടിക്കാൻ വന്നതാണ്. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു, എനിക്കങ്ങനെ സ്ഥലം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ആരും എന്നെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാറി മാറി അന്വേഷിക്കണം. ആ റിപ്പോർട്ടുകൾ ഇടയ്ക്ക് ഫയൽ ചെയ്യണം. എന്നിട്ട് ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യണം. കോൺഗ്രസിന്റെ പ്രതിനിധി അത് വന്ന ചർച്ചയിലും പങ്കെടുക്കണം. അദ്ദേഹം പറഞ്ഞൊരു വാചക, മുഖ്യമന്ത്രിയുടെ മോള് മേടിച്ച പണം ഒന്ന് പറഞ്ഞു തന്നെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ. ഈ ഹർഷത് മേത്തയുടെ കോടിക്കണക്കിന് അഴിമതി, ഓഹരി കുംഭകോണത്തിന്റെ കോടിക്കണക്കിന് അഴിമതി, സഹാറയുടെ കോടിക്കണക്കിന് അഴിമതി, അതുപോലെ 2G സ്പെക്ട്രത്തിന്റെ കോടി അഴിമതി, ബോഫോഴ്സ് കുംഭകോണം കോടി അഴിമതി, ഇതൊക്കെ ചെയ്ത കോൺഗ്രസിന് ഇവിടെ 1.72 കോടി രൂപ, 1,72,00,000 രൂപ അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത അഴിമതി നടത്താൻ എന്നാ പറഞ്ഞേ. നാണമില്ലേ മിസ്റ്റർ? നാണമില്ലേ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയ അഴിമതി ഈ രാജ്യത്ത് കണ്ട കഥകൾ എത്രയാ? നിങ്ങളോട് ഹൈക്കോടതി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞില്ലേ, മേലാൽ ഈ ഹൈക്കോടതിയിലേക്ക് വരരുത്. രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷത്തിന് വേണം. ഇവിടെ റിട്ട് പെറ്റീഷനും ബെഞ്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവിന്റെ കണികയെങ്കിലും വേണമെന്ന് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞില്ലേ? അന്നേരം നിങ്ങൾ പറയുന്നതാ കേസിൽ വിധിയൊന്നുമില്ല, പക്ഷെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ടിരിക്കുന്നത്. ചരിത്രം വഴിമാറി LDF-ന് മുന്നിൽ വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് LDF വന്നത്, പുതിയ സാഹചര്യത്തിൽ ഞങ്ങൾ മുന്നേറുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുക. BJP-യുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഇപ്പൊ കരിവണ്ണൂർ കണ്ടില്ലേ, 27 കേസുകളിൽ മാന്യമായി അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോയപ്പോൾ ED വന്നു, എല്ലാ കേസിന്റെ ഫയൽ അങ്ങ് എടുത്തു, കുറ്റപത്രം സമർപ്പിച്ച് എടുത്തുകൊണ്ട് പോയി. 4 കേസ് ED രജിസ്റ്റർ ചെയ്തു, എല്ലാ പ്രതികളെയും കുറെ പേരെ മാപ്പ് സാക്ഷിയാക്കി. ഇപ്പൊ എന്താ സ്ഥിതി നമുക്കറിയാം. എവിടെയും കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞാൽ BJP-ക്കാരെ വെള്ളപൂശാൻ, BJP-ക്ക് വളരാൻ, അതുപോലെ രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കാൻ മാത്രം. അത് കണ്ട് വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസിന് ഒരു നിലപാട്, ഇപ്പുറത്ത് കുറച്ച് നിലപാട്. അതുകൊണ്ട് ഇവിടെ എല്ലാ ആരോപണങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസി എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, എത്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ടെ. ഇന്ന് ഹൈക്കോടതി പറഞ്ഞ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കണിക പോലും തെളിവിന്റെ ഇല്ല. ഉള്ളപ്പ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പോയിന്റ് കാണിക്ക്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഓഫീസ്, ഭരണ സംവിധാനം ഇടപെട്ടതിന്റെ ഒരു തെളിവ് കാണിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നുമില്ലെങ്കിലും പഴയ നോട്ടങ്ങ് കൊണ്ടുവന്നിട്ടങ്ങ് വാദിച്ചുകൊണ്ടിരിക്കുക, അത് ഇത് മറ്റേ ഇതൊക്കെ ചർച്ച ചെയ്ത് കേരളത്തിന്റെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്, ചവറ്റുകൊട്ടയിലിട്ടാണ്, ചപ്പുചവറുകൾക്കിടയിലിട്ടതാണ്. അതുകൊണ്ട് എത്ര നുണപ്രചരണം നടത്തിയാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ശരി ജിൻഡോ, ഇനി മുമ്പിൽ എന്ത് പോരാട്ടം തുടരും എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. പക്ഷേ ആ പോരാട്ടം ഏത് എൻഡിൽ തുടരും എന്ന് കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അനാവശ്യമായ അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പൊതുപ്രവർത്തകന്റെ ഇമേജിനെ, അയാളുടെ റെപ്യൂട്ടേഷനെ മോശമായി ബാധിക്കും. അപ്പോൾ ഒരു നേതാവിൻ്റെ ആത്മാഭിമാനത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ ഈ ചെറിയ സംശയങ്ങൾ വെച്ചിട്ട് നടത്താൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ സിംഗിൾ ബെഞ്ചിന് ആ കാര്യം ബോധ്യമുണ്ട്. അപ്പോൾ ഇനി ഒരു ഹർജി നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ കൊടുത്താലും ഈ വിഷയം അതങ്ങനെ തന്നെ നിൽക്കല്ലേ?
അല്ല അഭിലാഷ്, എനിക്കതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. 2G സ്പെക്ട്രം അഴിമതിയെ കുറിച്ചിട്ട് നരേന്ദ്രമോദിയുടെ സർവ്വ സംവിധാനങ്ങളും സാധ്യതകളും ഉപയോഗിച്ച് അന്വേഷിച്ചിട്ടും തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ട കേസിനെ കുറിച്ചാണ് അരുൺകുമാർ പറയുന്നത്. അരുൺകുമാർ ഇപ്പോഴും 2G സ്പെക്ട്രം അഴിമതി നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ മൗഢ്യമാണ്. ഇനി വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസിന് മറ്റൊരു നിലപാട്. നിങ്ങൾക്ക് എന്താ നിലപാട്? നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും 2 MP ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ നിലപാട്? വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിങ്ങൾ എതിർക്കുന്ന NCPയും ദളും ഒക്കെ നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ടല്ലോ. നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പൊ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ പറയണം. ഇനി ഞങ്ങൾക്ക് അനുകൂല വിധി കോടതിയിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സൽക്കാരം വാങ്ങാൻ വരുന്ന ലോകായുക്ത ജഡ്ജിമാരും മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അനുകൂല വിധികൾ കിട്ടിയില്ലെന്ന് വരും. രാജ്യത്ത് ഇനിയും കോടതികളുണ്ട്. ഞങ്ങൾ ഇനിയും നിയമ പോരാട്ടമായിട്ട് പോകും. ഈ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങൾ ബോധിപ്പിക്കും. അതവിടെ നിർത്തുക. ഇനി BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ രാജ്യദ്രോഹ കുറ്റമാണ് കള്ളപ്പണം എന്ന് പറഞ്ഞു. 185 കോടി രൂപ എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഈ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായിട്ടുള്ള 41.5 കോടി രൂപ കൊടകരയിൽ വന്നത് എങ്ങോട്ട് പോയെന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം. CMന്റെ ഓഫീസിൽ, കേരളത്തിലെ CMന്റെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി തൃശ്ശൂർ പ്രസംഗിച്ചതാ. എന്ത് നടപടിയെടുത്തു? ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു. അപ്പൊ പക്ഷേ മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി അരിയുണ്ട മോഷ്ടിച്ചത് കൊണ്ടാണോ? ലൈഫ് മിഷനിൽ ഇടപാടില്ലാത്തത് കൊണ്ടാണോ? കരുവന്നൂരിൽ നിങ്ങൾ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്തോ? ലാവ്ലിൻ കേസിന്റെ വിചാരണ എന്തുകൊണ്ടാണ് മാറ്റി മാറ്റി വയ്ക്കപ്പെടുന്നത്? 40-ാം വട്ടവും എക്സാലോജിക്കിന്റെ അന്വേഷണം എവിടെ വരെ എത്തി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ RSSന്റെ വക്കീലായിട്ടുള്ള CS വൈദ്യനാഥനാണ് KSIDCക്ക് വേണ്ടിയിട്ടും വീണ തൈക്കണ്ടിന് വേണ്ടിയിട്ടും കോടതിയിൽ ഹാജരാകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് SFIയും ROC ഒക്കെ അന്വേഷിക്കാൻ നടപടി സ്വീകരിക്കാൻ വൈകിയത്? കമ്പനികാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് വൈകിയത്? കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPയുടെ നേതാക്കന്മാർക്ക് അറിയാമായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും രാഷ്ട്രീയ പ്രചരണമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല 50-ലധികം സീറ്റുകളിൽ CPMനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് RSS എടുത്തിട്ടുള്ളത് അല്ലേ? ഇനി UDFന്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മോദിക്ക് പരാതി കൊടുക്കാഞ്ഞത്? ഇവിടെ പിണറായി വിജയൻ വിജിലൻസിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IT ഡിപ്പാർട്ട്മെന്റും CBI ഉൾപ്പെടെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും നരേന്ദ്രമോദിയും കയ്യിലിട്ട് അമ്മാനമാടുകയാണ്. അതുകൊണ്ട് പരാതി കൊടുത്തില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതിയിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു അത് പറയണ്ടേ? ഇനി നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പുട്ടും കടലയും കഴിച്ച ആ പ്രാതൽ നയതന്ത്രത്തിലെ രഹസ്യം എന്താണെന്നെങ്കിലും BJPയുടെ നേതാവിനൊന്ന് പറയാൻ പറ്റുമോ? അവിടെ എന്താ നിങ്ങൾ ചർച്ച ചെയ്തത്? ഇവിടുത്തെ RSSന്റെ ഗവർണറുടെ മധ്യസ്ഥതയിൽ നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രിയും ചർച്ച ചെയ്തത് എന്ത് പരിപാടിയെ കുറിച്ചിട്ടാണ്? അവിടെ നിർമ്മല സീതാരാമന്റെ വകുപ്പാണ് ഈ വീണ വിജയന്റെ കേസ് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ട്, നിങ്ങൾ സെറ്റിൽമെന്റ് നടത്തിയിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിൽ അടിച്ചേൽപ്പിക്കില്ലേ? 11 വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്നും 9 വർഷം മുമ്പ് കേരളത്തിൽ നിന്നും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പാർട്ടിക്കല്ല ഉത്തരവാദിത്വം. ഇതിൽ കട്ടെടുത്തതും തട്ടിയെടുത്തതും കൊള്ളയെടുത്തതും പിണറായി വിജയന്റെ പാർട്ടിയും നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. നിങ്ങൾ തമ്മിലാണ് തർക്കമെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല. ഒറ്റ കാര്യം, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അരുൺകുമാറിന്റെ ഒരു ആരോപണം ഉണ്ടല്ലോ. അരുൺകുമാറെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കരുവന്നൂർ കേസിനകത്തായിക്കോട്ടെ കണ്ടല കേസിനായിക്കോട്ടെ ED വന്നതുകൊണ്ടാണ് നിങ്ങൾ സഖാക്കൾ പാവപ്പെട്ടവന്റെ പണം അടിച്ചു മാറ്റിക്കൊണ്ട് ബിനാമി സ്വത്ത് മേടിച്ചത് പിടിച്ചെടുക്കാൻ പറ്റിയത്. ഇപ്പൊ കരുവന്നൂർ കേസിനകത്ത് 128.82 കോടി രൂപ ED കണ്ടെത്തിയില്ലെങ്കിൽ അരുൺകുമാറെ, നിങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും നിങ്ങളുടെ ചെയർമാന്റെ അടക്കമാണ് AC മൊയ്തീൻ അടക്കം സ്വത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ MP രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യാൻ സമയത്ത് അമ്മയുടെ അല്ല 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 ഞാൻ ഫ്രീസ് ചെയ്തല്ലോ 128 കോടി. ആരാണ് കൈവശിപ്പിച്ചിരുന്നത്? 128 കോടി രൂപ, 128.8 കോടിയുടെ ആസ്തി ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്? നോക്ക്, ED വന്നത് കൊണ്ടാണ് പാവപ്പെട്ടവൻ അവന്റെ സ്വത്ത് തിരിച്ചു കൊടുക്കാൻ പോവാണ്. അല്ല, കൊടകര കേസ് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത കേസിനകത്ത് വന്ന് ഏതൊക്കെ രീതിയിൽ AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന സംസ്ഥാന നേതാക്കൾ അടക്കം നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അരുൺകുമാരെ, നിങ്ങളുടെ പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ വലിയ ഡയലോഗ് പറയല്ലേ? നിങ്ങളിത് പറയട്ടെ, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് സ്വർണ്ണക്കട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരായിരുന്നു? ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ വലങ്കയായിരുന്നില്ലേ? ശിവശങ്കരൻ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ സ്വർണ്ണക്കടത്ത് നിങ്ങൾ നടത്തിയതിന് പിന്നെ ആരായിരുന്നു മുഖ്യമന്ത്രി ഓഫീസ്? സ്വപ്ന സുരേഷും
ശരി നമുക്ക് അയാളും ചെയ്തു, അയാളെ നിങ്ങൾ ബലിയാടാക്കി, നിങ്ങൾ ബലിയാടാക്കി. അങ്ങനെ ബലിയാടുകളെ പിടിച്ചുകൊണ്ട് പോകേണ്ട ഏജൻസിയാണോ കേന്ദ്ര ഏജൻസികൾക്ക് അങ്ങനെ എന്തെങ്കിലും തെളിവോ മെറ്റീരിയലോ ഉണ്ടെങ്കിൽ ബലിയാടിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് ഇടപെടുകയാണ്. എല്ലാവർക്കും നന്ദി. സൂപ്പർ ഫാമിലി അവസാനിക്കുന്നു. നമസ്കാരം.